എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ 6th ചാപ്റ്ററായ സോഴ്സ് ഓഫ് എനർജി എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ ഫസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് കാണാം. ഫ്ലോ ചാർട്ടിൽ ഫോസിൽ ഫ്യൂവൽസിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ ആൻഡ് കോൾ. ക്രൂഡ് ഓയിലിനെയാണ് ഡീസൽ, പെട്രോൾ, കെറസിൻ, LPG, നാഫ്ത എന്ന് ഡിവൈഡ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കായിട്ട് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫ്യൂവൽസ് ആണ്. നമ്മളിപ്പോൾ കണ്ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫ്യൂവൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് കണ്ടു. വുഡ്, കെറസിൻ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കോൾ, LPG, പെട്രോൾ, ഡീസൽ, അതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് ആണ്. ഇനി ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസിനെ ഓരോ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് വഴി ഇതിനെ ഈ ഫ്യൂവൽസിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഫിസിക്കൽ സ്റ്റേറ്റ്സ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഉണ്ട്. സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ വുഡൊക്കെ പറയും അല്ലേ, സ്റ്റോണ്, അതൊക്കെ നമ്മൾ സോളിഡ് ആയിട്ടല്ലേ പറയാം. ലിക്വിഡ് എന്ന് പറയുന്നത് ഒഴുകുന്ന സാധനങ്ങളാണ്. ഈ പെട്രോൾ, ഡീസൽ, ഓയിൽ, വാട്ടർ, അതൊക്കെയാണ് ലിക്വിഡിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പം ഗ്യാസ് അറിയാം, ബയോഗ്യാസ്, പെട്രോളിയം, അതൊക്കെ, ഹൈഡ്രജൻ. അപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റ് വഴി ഫ്യൂവൽസിന് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യണം. സോളിഡ് ആണെങ്കിൽ നമ്മൾ ഫ്യൂവൽസായിട്ട് ഏതൊക്കെ വരും? വുഡ്, കോൾ, അതുപോലെ തന്നെ കൗഡങ് കേക്ക് എന്ന് പറഞ്ഞാൽ ചാണകം ഉണങ്ങിയത് കത്തിക്കും അത്. പിന്നെ ലിക്വിഡിൽ പെട്രോൾ, ഡീസൽ, കെറസിൻ, നാഫ്ത, LPG, ജെറ്റ് ഫ്യൂവൽ, അതൊക്കെ വരും. ഗ്യാസ് ഐറ്റംസിൽ വാട്ടർ ഗ്യാസ്, കോൾ ഗ്യാസ്, ബയോഗ്യാസ്, പെട്രോളിയം, ഹൈഡ്രജൻ, പെട്രോളിയം ഗ്യാസ്, അതൊക്കെ ഗ്യാസിൽ വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് വന്നിട്ടുണ്ട് ട്രെയിൻസിൻ്റെ. നമ്മളിപ്പം മെയിൻലി യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ട്രെയിനാണ്. മുമ്പ് ഏർലിയർ ടൈംസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോൾ ട്രെയിനാണ്. പിന്നെ അതെന്തായി മാറി? ഡീസൽ ട്രെയിൻ ആയിട്ടുണ്ടായി. ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ട്രെയിനാണ്. ഇത് നെക്സ്റ്റിൽ ഇത് പറഞ്ഞു വരുന്നത് ഇലക്ട്രിസിറ്റി എന്നതിൻ്റെ ഒരു ടോപ്പിക് വൈസ് ആയിട്ടാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്കത് ചിന്തിക്കാനും കൂടി ഇമാജിൻ ചെയ്യാനും കൂടി വയ്യാത്ത സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിതൗട്ട് ഇലക്ട്രിസിറ്റി വി കാൺട്ട് ലിവ്. നെക്സ്റ്റ് ടോപ്പിക് ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയാണ്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി മീൻസ് ജലവൈദ്യുതിയാണ്. ഇവിടെ ജലവൈദ്യുതിയിൽ മെയിനായിട്ട് ഒരു ടർബൈൻ അല്ലെങ്കിൽ വാട്ടർ വീൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും വാട്ടറിലൂടെ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതുമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് എക്സ്പെരിമെൻറ്റിൻ്റെ നോട്ടാണ്. അപ്പോൾ ഇത്ര സമയത്ത് നമ്മൾ പഠിച്ചത് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് വാട്ടറിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഡാമിൽ ടർബൈൻ കണക്ട് ചെയ്യുകയും അതിലൂടെ ജനറേറ്റർ കണക്ട് ചെയ്തിട്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ എക്സ്പെരിമെൻ്റൊക്കെ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് കാറ്റിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഒരു ടെക്സ്റ്റ് ബുക്കിലൊരു പാം ലീഫ് കൊടുത്തിട്ടുണ്ട് പിക്ചറിൽ. പാം ലീഫ് ഓലയിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വിൻഡ് ഫാനായിട്ടാണ്. വിൻഡ് ഫാന് നമ്മളൊന്നും ചെയ്യാതെ തന്നെ കാറ്റിൻ്റെ ശക്തിയോടുകൂടി തന്നെ അത് കാറ്റിൻ്റെ ദിശയിൽ വെച്ച് കൊടുത്ത്, കാറ്റുണ്ടാവുന്ന ദിശയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കറങ്ങും. അതുപോലെ തന്നെയാണ് അതേ ഫങ്ഷനാണ് ഈ വിൻഡ് മില്ല് ചെയ്യുന്നത്. അതിനൊരു ഫാന് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫാന് കറങ്ങുകയാണ് ചെയ്യുക കാറ്റടിക്കുമ്പോൾ വിൻഡിലൂടെ. ഹൗ ഡസ് ദ ഫാൻ റൊട്ടേറ്റഡ്? വെൻ ഡസ് ദ ഫാൻ റൊട്ടേറ്റർ ബെറ്റർ? അപ്പം ഏതൊരു ഒബ്ജക്റ്റീവ്സിനും കാറ്റിൻ്റെ ശക്തിയോടുകൂടി ഏതൊരു ഒബ്ജക്റ്റീവ് മൂവ് ചെയ്യാനുള്ള കഴിവ് കാറ്റിനുണ്ട്, എബിലിറ്റി ഉണ്ട്. അതായത് വിൻഡ് ഹാസ് ദ എബിലിറ്റി ടു മൂവ് ഒബ്ജക്റ്റ്. വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി യൂട്ടിലൈസിങ് ദീസ് എബിലിറ്റി ഓഫ് ദി വിൻഡ്. അപ്പം കാറ്റിന് ഏതൊരു ഒബ്ജക്റ്റീവ്സ് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. അപ്പോൾ ഒരുപാട് കാറ്റുള്ള ദിശയിലായിരിക്കും സ്ഥലത്തായിരിക്കും ഈ വിൻഡ് മില്ലൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാകുക. അതുപോലെ തന്നെ ഇവിടെ കാറ്റിലൂടെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ കേരളത്തിൽ രാമക്കൽമേട്, അഞ്ചിക്കോട് ആൻഡ് അട്ടപ്പാടി എന്നുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിലെ സ്ഥലം ആയിട്ട് പറയുന്നത്. കാറ്റിൻ്റെ ഫ്ലോ കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ
ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, വിൻഡ് മിൽ വെക്കുകയാണെങ്കിൽ. Then wind is an energy source that human has used since ancient time. The power of wind was utilized for traveling in river and ocean. അപ്പോൾ പണ്ട് ആൻഷ്യൻ ടൈമിലും വിൻഡ് എന്നത് ഒരു സോഴ്സ് ഓഫ് എനർജി ആയിരുന്നു. പണ്ട് റിവറിലും ഓഷ്യനിലൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കാറ്റിൻ്റെ പവർ ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. Storms cause damage and calamities as they are rich in energy. സ്റ്റോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് നല്ല കൊടുങ്കാറ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പല നാച്ചുറൽ കലാമിറ്റീസും നമുക്ക് എർത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്രയും കഴിവ് കാറ്റിനുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ സ്റ്റോം കൂടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, സ്റ്റോം എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതൊക്കെ പ്രവചനം ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മുൻകൂട്ടി പറയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള ലോസുകളും കലാമിറ്റീസ് വരുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാനും വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ കണ്ടത് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് വിൻഡിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ അത് മെയിനായിട്ട് യൂസ് ചെയ്തത് വിൻഡ് മില്ലാണ്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. നമ്മൾ നോക്കുന്നത് എനർജി ഫ്രം സൺലൈറ്റിലൂടെ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. കീപ്പ് എ സ്റ്റീൽ വെസൽ ഇൻ എ പ്ലേസ് വെയർ സൺലൈറ്റ് ഈസ് അവൈലബിൾ. സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് നമ്മളൊരു സ്റ്റീൽ വെസൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ അലൂമിനിയം സ്റ്റീലിനൊക്കെ. പറഞ്ഞു വന്നത്, അതുകൊണ്ട് തന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വെള്ളം അതിൽ വെക്കുകയാണെങ്കിൽ ആ ഹീറ്റ് എന്തിലേക്ക് പാസ് ചെയ്യും? വെള്ളത്തിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം ചൂടാവുകയും ചെയ്യാറുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ വെള്ളം പോർ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളം നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ, തൊട്ട് നോക്കുമ്പോൾ അത് വെള്ളം നല്ല ചൂടായിട്ട് കാണാം നമുക്ക്. അപ്പോൾ സ്റ്റീലും അലൂമിനിയം ഒക്കെ ഗുഡ് കണ്ടക്ടറാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. In what ways are the energy from sunlight utilized? സൺലൈറ്റ് എന്ന എനർജി നമ്മൾ ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കുറേ സാധനങ്ങൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി, ഫോർ ദി ഡ്രൈയിങ് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ ഡ്രൈയിങ് ഫയർവുഡൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട്, വെറ്റ് ക്ലോത്ത്സ് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ പല സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. നമുക്ക് പിക്ചറിൽ കാണാം സോളാർ സ്റ്റൗ അല്ലെങ്കിൽ സോളാർ കുക്കർ, ദെൻ സോളാർ വാട്ടർ ഹീറ്റർ. ഇനി വാട്ട് ആർ ദി ഡിവൈസസ് ഇൻ ദി പിക്ചേഴ്സ് ആർ ഗിവൺ ബിലോ. ഈ തന്നിരിക്കുന്ന പിക്ചേഴ്സിനുള്ള പേര് നമ്മൾ എഴുതണം. ഫസ്റ്റ് പിക്ചറിൽ സോളാർ കാൽക്കുലേറ്ററാണ്. രണ്ടാമത്തെ പിക്ചർ സോളാർ സ്ട്രീറ്റ് ലൈറ്റാണ്. ഇതിൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റിൽ ഒരു പാനലുണ്ട്. ആ പാനൽ വഴിയാണ് സൺലൈറ്റ് തട്ടുകയും അതിലൂടെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ദെൻ സോളാർ എമർജൻസി ലാമ്പാണ്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്. Haven't you noticed vehicles with green number plates? What are their special features? ഇലക്ട്രിക്കൽ വെഹിക്കിൾസിനാണ് ഗ്രീൻ നമ്പർ പ്ലേറ്റ്സ് കാണാറ്. ഈ ഇലക്ട്രിക്കൽ നമ്പർ പ്ലേറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് പൊല്യൂഷൻ കുറവായിരിക്കും, റണ്ണിങ് കോസ്റ്റ് കുറവായിരിക്കും, മെയിൻ്റെനൻസ് കോസ്റ്റ് ലെസ് ആയിരിക്കും, നോയ്സ് പൊല്യൂഷൻ കുറവായിരിക്കും, റെഡ്യൂസ് പൊല്യൂഷൻ, റണ്ണിങ് കോസ്റ്റ് റെഡ്യൂസ്ഡ്, ലോ റണ്ണിങ് കോസ്റ്റ്, ലോ മെയിൻ്റെനൻസ് കോസ്റ്റ്, ലെസ് നോയ്സ് പൊല്യൂഷൻ. നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സാണ്. റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനർജി യൂസ് ചെയ്യുന്നതിന് അത് കഴിഞ്ഞു പോയില്ല, കൺസപ്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റോക്ക് ഡിക്രീസ് ആയി പോയില്ല. നോൺ റിന്യൂവബിൾ അങ്ങനെയല്ല, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ആ സ്റ്റോക്ക് ഡിക്രീസ് ആയി പോകും. എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ് ഡ്യൂ ടു കൺസപ്ഷൻ. These are known as renewable energy source. These energy source do not cause air pollution. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് സ്റ്റോക്ക് ഡിക്രീസ് ആയി പോവില്ല റിന്യൂവബിൾ എനർജി സോഴ്സ് ആണെങ്കിൽ. നോൺ റിന്യൂവബിൾ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച്, കൺസപ്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റോക്കിന് റിഡക്ഷൻ ഉണ്ടാകും, സ്റ്റോക്ക് കുറഞ്ഞു വരും. സൺലൈറ്റും വിൻഡൊന്നും നമുക്ക് യൂസ് ചെയ്യുമ്പം കുറയുന്നതല്ലല്ലോ.
മറ്റേ ഫ്യൂവൽ ഇതൊക്കെ പോലെ ക്രൂഡ് ഓയിൽസിൽ ഫ്യൂവൽസ് ഡീസൽസൊക്കെ പോലെ ഇതൊക്കെ കുറഞ്ഞ് വരുന്നതല്ലല്ലോ. അപ്പം ഇതിലൂടെയൊക്കെ നമ്മൾ എനർജി കൺസപ്ഷൻ ചെയ്യുന്നതിന് കുറയില്ല. കുറയാത്തതുകൊണ്ട് തന്നെ അതിന് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അതിന് വേറൊരു ഫീച്ചറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് സോളാർ സിസ്റ്റമാണ്. സോളാർ പവേർഡ് എയർപോർട്ടാണ് കൊച്ചിൻ എയർപോർട്ട്. ബയോഗ്യാസ്. We can generate fuel from bio waste, which causes environmental problems. Biogas is a type of fuel derived from bio waste. ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബയോ വേസ്റ്റിലൂടെയാണ്. ബയോഗ്യാസിന് പറയുകയാണെങ്കിൽ ബയോഗ്യാസ് റിന്യൂവബിൾ എനർജിയാണ്. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് സ്റ്റോക്ക് ഡിക്രീസ് ആവില്ല. പിന്നെ ഓർഗാനിക് മാനർ, ഗുഡ് ഫെർട്ടിലൈസറാണ്. അതുപോലെ തന്നെ ഇത് ഈ എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള കോസ്റ്റ് ലെസ് ആവശ്യമായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ബയോഗ്യാസിലൂടെ തന്നെ കുക്ക് ചെയ്യാനും പറ്റും. സ്കൂളിലൊക്കെ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട്. The method provided below are also used for energy production. എനർജി പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ന്യൂക്ലിയർ എനർജിയും ടൈഡൽ എനർജിയും ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. തിരമാലയുടെ ഇതിലാണ് ടൈഡ് എനർജി വരുന്നത്. നെക്സ്റ്റ് ഹോട്ട് ബോക്സ് ആണ്. ബോക്സ് നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഈ റൈസ് കുക്കറും ഗ്യാസ് സ്ട്രോളൊക്കെ നമ്മൾ ചിലപ്പം പകുതി കുക്ക്ഡ് ആയിട്ടുള്ള റൈസ് കുക്കറിൽ വെച്ചിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ അത് ഫുൾ കുക്ക്ഡായിട്ട് ഉണ്ടാവും. അതിനൊക്കെ റൈസ് കുക്കറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഗ്യാസ് സ്ട്രോളൊക്കെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാകുമ്പോൾ അത് ചൂട് തണിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള ഗ്യാസ് സ്ട്രോളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഹീറ്റ് അവിടെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കും അല്ലേ. ഈ ഡിവൈസിലൊക്കെ ഹീറ്റ് ലോസ് ആയി പോവാതെ ഇരിക്കുന്നുണ്ട്. Hot box is very simple device to keep the food from losing its heat. If we kept the half-cooked food items in the box, they get cooked. It saves energy to preventing the heat inside it. ബോക്സിൻ്റെ അകത്ത് തന്നെ ഹീറ്റ് ഉള്ളത് കൊണ്ട് നമുക്കത് പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ ഫുഡ് ഐറ്റംസൊക്കെ നല്ല ഹീറ്റായിട്ടുണ്ടാവും. Then last topic is fuels of the future. Haven't you understood the various uses of fossil fuels? What are their limitations? നമ്മൾ ഈ ഫോസൽ ഫ്യൂവൽസിനൊക്കെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ നോൺ റിന്യൂവബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്യുന്നതിന് നമുക്ക് സ്റ്റോക്ക് ഡിക്രീസ് ആയി വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എങ്ങനെ പറയാം, ഗെറ്റ് എക്സോസ്റ്റഡ് വിത്ത് യൂസ്, അല്ലെങ്കിൽ അതൊക്കെ നോൺ റിന്യൂവബിൾ ഫ്യൂവൽസ് ആണെന്ന് പറയാം. പിന്നെ എന്ത് പറയാം, എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കോസസ് ദി നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങളുണ്ടാവാം. ഈ ഫ്യൂവൽസ് കിട്ടുന്നതിൽ മാറ്റങ്ങളുണ്ടാവാം. പിന്നെ ചോദിക്കുന്നത്, സൺലൈറ്റിലാണെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി എപ്പോഴും ഒരുപോലെ ആയിരിക്കുമോ? ഇല്ല, അതിലും ഡിഫറൻസ് ഉണ്ടാവാം അല്ലേ. ഒരു ദിവസത്തെ പോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം. അതുപോലെ തന്നെ നമ്മൾ റെയിനി സീസണിലൊക്കെ അതിനുള്ള ചേഞ്ചസ് ഉണ്ടാവാം. അതുപോലെ തന്നെ വിൻഡ് ഫ്ലോയിൽ യൂണിഫോമിറ്റി ഉണ്ടോ? വിൻഡ് എല്ലാ ദിവസവും ഒരുപോലെയാണോ കിട്ടുന്നത്? അല്ല, അതിലും മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, വി കനോട്ട് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഓൾവേസ് അറ്റ് ദി സെയിം റേറ്റ് ഫ്രം ദീസ് സോഴ്സ്. വേരിയേഷൻസ് ഉണ്ടാവാം. അത് നമ്മൾ വിൻഡിലൂടെ ആയാലും സൺലൈറ്റിലൂടെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഇതിൻ്റെയൊക്കെ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ വിൻഡ് ഫ്ലോ ചെയ്യുന്നതൊക്കെ വേരിയേഷൻസ് ഉണ്ടാവാം. എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല.